ഞാൻ നിൽക്കണ എൻ്റെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ അടുത്താണ് കണ്ട. അപ്പോൾ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത് കണ്ട. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവണ ചെടിയാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് കണ്ട. ഇതിൻ്റെ ഫ്രൂട്ടാണ് ഈ കാണുന്നത് കണ്ട. പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും. നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ ജെല്ലും കഴിക്കാം, ഉള്ളിലൊരു നട്ടും ഉണ്ട്, അതും കഴിക്കാം. പിന്നെ നമുക്ക് പച്ചക്കും കഴിക്കാം കേട്ടാ. അപ്പോൾ നമുക്ക് കുരു പാകി മുളപ്പിച്ച് തൈ നട്ടാലും പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവണ ഒരു ഫ്രൂട്ടാണ് ഇത് കണ്ട. ഇതിൻ്റെ പച്ച നിറത്തിലുള്ള കായകളാണ് കണ്ട. അപ്പോൾ ഇത് നമുക്ക് പച്ചനെയും തന്നെ കഴിക്കാം. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഇതൊക്കെ പച്ച നിറത്തിലുള്ള കായകളാണ് കണ്ട. ഇതും നമുക്ക് വെറുതെ കഴിക്കാം. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. ഇഷ്ടം പോലെ കായ ഫുൾ സീസണില്ലാണ്ട് ഉണ്ടാവണതാണ്. പിന്നെ അത് കൂടാണ്ട് ഇതേപോലെ മഞ്ഞ നിറത്തിലെ നല്ല പൂക്കളും കൊലകളായിട്ടുള്ള പൂക്കളും ഈ പൂക്കളിൽ മുഴുവനും ഇതിൻ്റെ കായകളും ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഫ്രൂട്ട് പറിച്ച് കഴിക്കാൻ പറ്റിയതാണ്. ചില ആളുകൾക്ക് ഈ ഫ്രൂട്ട് അങ്ങനെ ഇഷ്ടമല്ല, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൂട്ട്. ഇതിൻ്റെ ഉള്ളിലൊരു നട്ടൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുകയും ചെയ്യാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട്. അപ്പം കണ്ട ഇതിൻ്റെ ഇലകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, നിറച്ച് ഇലകളും നിറച്ച്. ഞാനിത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് കണ്ട ഇപ്പം നിറച്ച് പൂവിട്ട് നിർത്തിയേക്കണം. എപ്പോഴും ഞാനിത് വെട്ടിക്കളയും. അപ്പോൾ വെട്ടിക്കളയും തോറും ഇങ്ങനെ പൂക്കളും കായകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കായകളൊക്കെ കിട്ടും. പിന്നെ കിളികൾക്കൊക്കെ കഴിക്കാനായിട്ടാണ് കൂടുതലും ഈ ഫ്രൂട്ട് നട്ടേക്കണത്. നമ്മൾ ആവശ്യത്തിന് കുറച്ചൊക്കെ പറിച്ചെടുക്കും. വലിയ ഒരു പരിചരണം ഒന്നും തന്നെ കൊടുക്കാറില്ല. യാതൊരു കീടങ്ങളുടെ ശല്യങ്ങളും ഇല്ല. പിന്നെ നമുക്കൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ലൊരു തണൽ വൃക്ഷവും കിട്ടും. പിന്നെ അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിൻ്റെ ചെടിക്ക് നഴ്സറിയിൽ നിന്നൊക്കെ 50 രൂപക്ക് 40 രൂപക്കൊക്കെ കുരുമുളപ്പിച്ച തൈ കിട്ടും. കുരുമുളപ്പിച്ച തൈ തന്നെ നമ്മൾ നട്ടാൽ മതി. കാരണം അത് നട്ടാൽ തന്നെ നമുക്കൊരു 6 മാസം കൊണ്ട് ഇതിൽ കായ ഉണ്ടായി കിട്ടും. അല്ലാണ്ട് നമ്മൾ ലെയർ തൈകളൊന്നും ആവശ്യമില്ല. പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ചെറുതാക്കി വളർത്താം. അപ്പോൾ എല്ലാവരും നഴ്സറികളിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കണ്ട ഇതേപോലെയാണ് ഇരിക്കണം കണ്ട. ഉള്ളിൽ ഒരു ക്യാരറ്റിൻ്റെയൊക്കെ ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ്, വെള്ളം മധുരമൊക്കെ ഇട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു നട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ട. ആ നട്ടാണ് ഈ കാണുന്നത് കണ്ട. നട്ടിൻ്റെ പുറത്ത് ഒരു പാട പോലെയൊക്കെ ഉണ്ട് കണ്ട. നമുക്കത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നട്ട് ഒരു പച്ചക്കപ്പണ്ടിയുടെ ടേസ്റ്റ് ഒക്കെ ആവും. ഇതും കഴിക്കാൻ നല്ലതൊക്കെയാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനെ കേട്ടോ ഇതേപോലെ നമുക്ക് പച്ചന് കഴിക്കാൻ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഫ്രൂട്ടിന്. കണ്ടോ ഇത് നമുക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ്. നമുക്ക് വെറുതെ കഴിക്കാം. അപ്പം എല്ലാവരും സ്ഥലമുള്ള ആളുകളും ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരു തൈയൊക്കെ മേടിച്ച് വെക്കണം, നല്ലതാണ്. കാരണം യാതൊരു പരിചരണങ്ങൾ വേണ്ടാത്ത ഫ്രൂട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പരിചരണവും കൊടുക്കേണ്ട, ഒരു വളവും കൊടുക്കേണ്ട, വേനൽക്കാലത്ത് നനക്ക പോലും ചെയ്യേണ്ട. എന്നാലും നമുക്ക് വർഷം മുഴുവൻ ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഒരേ തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.